ഹേ ഗായ്സ്, ഇറ്റ്സ് നന്ദു ഹിയർ. നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയുമ്പോൾ, നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ട്രേഡിംഗ് ഹാളൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു XP കിട്ടാനുള്ള ഒരു മെത്തേഡ്. നമ്മളൊരു ഗോൾഡ് ഫാമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വെറൊരു ഗോൾഡ് ഫാം അല്ല, ഇത് അത്യാവശ്യം ഓവർ പവർ ആയിട്ടുള്ള ഒരു ഗോൾഡ് ഫാമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഒരു ബാട്ടറിങ് ഫാമൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ബാട്ടറിങ് ഫാമിന് ഒരുപാട് ഗോൾഡ് വേണം. അതുകൂടാതെ നമുക്ക് അത്യാവശ്യം നമ്മളുടെ ആർമർ മെൻഡ് ചെയ്യാനും, കൂടാതെ ഒരുപാട് ആർമർ ഉണ്ടാക്കാനും. കാരണം ആർമർ സെയിലിന് നല്ല ഇൻഗട്ട് കിട്ടാൻ നല്ല ഈസി ആയിട്ടുള്ള വേ ആണ്. അപ്പോൾ ആ ആർമർ ക്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് XP വേണം. അപ്പോൾ ആ ഒരു ആർമറിനും എല്ലാത്തിനുമായിട്ടുള്ള ഒരു ഗോൾഡ് ഫാമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴ്ച സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കിടക്കണം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, ഈ ഒരു ഗോൾഡ് ഫാം വരാൻ പോകുന്നത് കണ്ട് ഈ ഒരു ഏരിയയിലായിട്ടാണ്. സാധാരണ നിങ്ങൾ ഗോൾഡ് ഫാം കണ്ടിട്ടുള്ളത് മിക്കവാറും നെതർ റൂഫിൻ്റെ മണ്ടയിലായിരിക്കും. ഞാൻ ഇത് എന്തുകൊണ്ട് നെതർ റൂഫിൻ്റെ താഴെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ, മൈൻക്രാഫ്റ്റിലൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ വേൾഡിൽ എത്രത്തോളം താഴെയാണോ അത്രത്തോളം മോബ്സ് സ്പോൺ ആവുന്ന സ്പീഡ് കൂടും. എന്ന് പറയുമ്പോൾ ഏറ്റവും ക്വിക്കായിട്ട് എത്രത്തോളം താഴോട്ടാവുന്നോ അത്രത്തോളം സ്പീഡിലാവും. സോ ഈ ഒരു ഏരിയ സെലക്ട് ചെയ്ത കാരണം എന്ന് വെച്ചാൽ, ഈ ഒരു ഏരിയയിൽ കുറച്ച് സ്ഥലം മാത്രമേ ലാൻഡുള്ളൂ, ബാക്കി എല്ലാം തന്നെ ലാവയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഫോർ മാക്സിമം എഫിഷ്യൻസി. ആൻഡ് ഇവിടെ കുറച്ച് ലാൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ലാൻഡെല്ലാം നമുക്കിനി ഇത് സ്പോൺ പ്രൂഫ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ലാൻഡൊക്കെ സ്പോൺ പ്രൂഫ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുമ്പോൾ ലാവ യൂസ് ചെയ്തതാണ്. കൂടാതെ ഇതിൻ്റെ മണ്ടയിലെ കുറച്ച് സ്ഥലത്തും കൂടെ ഏരിയ നമുക്ക് ഇതേപോലെ സ്പോൺ പ്രൂഫ് ചെയ്യാനുണ്ട്. അത് നമുക്ക് ബട്ടൺ യൂസ് ചെയ്ത് സ്പോൺ പ്രൂഫ് ചെയ്യാൻ പറ്റും. സോ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാം. സോ ഗൈസ്, നമ്മളെ സ്പോൺ പ്രൂഫ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇത് ഏരിയ കുറേയൊക്കെ മൈക്ക് ചെയ്ത് കളഞ്ഞു, കുറേയൊക്കെ ലാവ ഒഴിച്ചു. കൂടാതെ ഇതിന് മുകളിലത്തുള്ള എല്ലാ ഭാഗത്തും ബട്ടൺസ് എല്ലാം വെച്ചിട്ടുണ്ട്. F3 അടിച്ച് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ആകപ്പാടുള്ളത് 3 മോബ്സ്, അത് ഹോസ്റ്റൽ മോബ്സ് അല്ല. അപ്പോൾ നമ്മൾ മാക്സിമം സ്പോൺ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളെ ഫാം ഇരിക്കുന്ന സ്ഥലം കുറച്ചധികം ലാവയുണ്ട്, ഇതിൻ്റെ താഴെയാണ്. അപ്പോൾ ആ ഒരു സ്ഥലം ഫുള്ള് നമുക്ക് ലാവ ക്ലിയർ ചെയ്യണമെന്നാണ്. അപ്പോൾ ഞാൻ ലാവ ക്ലിയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്നാൽ ഗ്രാവൽ യൂസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ലാവ ക്ലിയർ ചെയ്യാം. സോ ഗൈസ്, നമ്മളുടെ ഈ ഒരു സൈഡിലത്തെ ലാവ ക്ലിയർ ചെയ്യുകയും ചെയ്തു. കൂടാതെ അത് നമ്മൾ ബെഡ് റോക്ക് വരേക്കും മൈൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ വിച്ചും കൂടെ ഉണ്ടായിരുന്നു. വിച്ചും കൂടെ നിന്നാണ് ഈ കംപ്ലീറ്റ് ഏരിയ മൈൻ ചെയ്ത് താഴെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഒരു ഫാം, ഈ ഒരു നെതർ സൈഡിലെ ഫാം സെക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൂൾ റീപ്ലൈ ഷോട്ടിലേക്ക്.
സോ ഗൈസ് ഈ ഫാമിൻ്റെ നെതർ സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫാം എന്ന് പറയുമ്പോൾ ഡാഷ് ഫാമിൻ്റെ 250K ഗോൾഡ് ഫാമാണ്. അപ്പോൾ അതിനെ ഞാൻ മോഡിഫൈ ചെയ്തിട്ടുണ്ട്, കാരണം സർവറിൻ്റെ ഡീസ്പോണിങ് റേഞ്ച് വ്യത്യാസമുണ്ട് നമ്മൾ നോർമൽ ഡീസ്പോണിങ് റേഞ്ചിനേക്കാളും. അപ്പോൾ ആ ഒരു ഗോൾഡ് ഫാം നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓവർവേൾഡ് സൈഡ് അല്ലെങ്കിൽ കില്ലിംഗ് ചേമ്പറാണ് ചെയ്യാനുള്ളത്. സോ ഗൈസ് ഈ ഓവർവേൾഡ് സൈഡും കൂടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഈ ഒരു ഗോൾഡ് ഫാമിൻ്റെ ഓവർവേൾഡ് സൈഡ് അല്ല, കാരണം ആ ഒരു ഗോൾഡ് ഫാമിൽ ഓവർവേൾഡ് സൈഡ് എന്ന് പറയുമ്പോൾ ഇതൊരു മോബ് എലിവേറ്ററാണ്, അതല്ല ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇവിടെ വേറൊരു ഗോൾഡ് ഫാമിൻ്റെ കില്ലിംഗ് ചേമ്പറാണ് യൂസ് ചെയ്യുന്നത്, കാരണം ഈ ഒരു സർവറിൽ എന്തായാലും 2 പ്ലെയേഴ്സ് ആഫ്രിക്ക നിന്നേ പറ്റൂ. അപ്പോൾ അതിനേക്കാളും നല്ലതെന്ന് പറയുമ്പോൾ ഓവർവേൾഡ് സൈഡിൽ അതിൻ്റെ കില്ലിംഗ് ചേമ്പർ കൊണ്ടുവന്നതാണ്, അതാണ് കുറച്ചുകൂടി എഫിഷ്യൻറ്റ്. സോ ഇതാണ് നമ്മളുടെ ഓവർവേൾഡ് സൈഡിലെ കില്ലിംഗ് ചേമ്പർ. സോ ഗൈസ് നമ്മളെ ഈ ഒരു ഓവർവേൾഡ് സൈഡ് സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാം വർക്കാവുന്ന ചെക്ക് ചെയ്യാനുള്ളതാണ്. സോ ഇതിൻ്റെ അപ്പുറത്ത് എൻ്റെ വേറൊരു ഐഡി, ഒരു ആൾട്ട് ഐ ഡി ഞാൻ വെച്ചിട്ടുണ്ട് AFK സ്പോട്ടിലായിട്ട്. അപ്പോൾ ആ ഒരു ആൾട്ട് ഐ ഡിനെ ഓൺ ആക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇത് എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്ന്. ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് പക്ക എഫിഷ്യൻ്റ് ആണ്. ഒരുപാട് പിഗ്ലിനാണ് വന്ന് വീഴുന്നത്, അതും വളരെ ഫാസ്റ്റായിട്ടാണ് വന്ന് വീഴുന്നത്. F3 അടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും എന്തുമാത്രം എൻറ്റിറ്റീസാണ് ഇപ്പോൾ എൻ്റെ സ്ക്രീനിൻ്റെ ഫ്രണ്ടിലുള്ളതെന്ന്. അതിന് മാത്രം എഫിഷ്യൻ്റ് ആണ് ഇത്. നമ്മുടെ മൈൻക്രാഫ്റ്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾഡ് ഫാമാണ്, ആൻഡ് സർവറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾഡ് ഫാം കൂടിയാണ്. സോ നമ്മുടെ ഈ ഗോൾഡ് ഫാം എന്ന് പറഞ്ഞാൽ പക്ക എഫിഷ്യൻ്റ് ആൻഡ് വർക്കിങ്ങുമാണ്. ഈ ഒരു ഗോൾഡ് ഫാം എന്ന് പറയുന്നത് പക്ക എഫിഷ്യൻ്റ് ആണ്, കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഗോൾഡ് ഫാമിൽ നിന്ന് വരുന്ന ഡ്രോപ്പ്, അതുകൊണ്ട് ഈ ചെസ്റ്റൊക്കെ കംപ്ലീറ്റ്ലി ഫുള്ളാണ്. സോ ഇത് പക്ക എഫിഷ്യൻ്റ് ആണ്. കൂടാതെ ഞാൻ കൂടിപ്പോയ 1 അവർ മാത്രമേ 1 അവർ നിന്ന് കാണില്ല, ഒരു 30 മിനിറ്റ്സ് മാത്രമേ AFK നിന്നുള്ളൂ. ആ ഒരു 30 മിനിറ്റ്സിലുള്ള ഇത്രയും ഗോൾഡ് കിട്ടി. കൂടാതെ കുറേ ഗോൾഡൊക്കെ വിച്ചുവിന് ഗോൾഡൻ ക്യാരറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തായിരുന്നു. സോ ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. നമ്മളുടെ ഗോൾഡ് ഫാം പക്ക എഫിഷ്യൻ്റ് ആണ്. സോ ഇതിനാകപ്പാടുള്ള ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിന് 2 അക്കൗണ്ട് വേണമെന്നുള്ളതാണ്. ഒന്ന് നെതർ AFK നിൽക്കുന്നത്, 2 നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ടും. അത് മാത്രമേ ഉള്ളൂ ഇതിന് ഡ്രോബാക്ക് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യണമെങ്കിൽ വേറൊരു അക്കൗണ്ടും കൂടെ ലോഗിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 250 ആണ്, 250 ലൈക്കാണ്. സോ ഇതേപോലത്തെ ഒരു അടിപൊളി പുതിയ വീഡിയോയിൽ വരുന്നവരേക്കും ദിസ് ഈസ് നന്ദു സൈനിങ് ഓഫ്. ടാറ്റ.